ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വി നെക്ക് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയുന്നത് വി നെക്ക് എങ്ങനെ നമുക്കത് ക്യാൻവാസിലേക്ക് എങ്ങനെ അല്ല തുണിയിലേക്ക് എങ്ങനെ മുറിക്കുക എന്നുള്ളതാണ്. ഇത് ക്യാൻവാസാണ്, ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്കിത് മിനുസമുള്ള സൈഡ് മടക്ക് വശത്ത് വരിക. അതിനുശേഷം നമുക്ക് ഒരു 6 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്തെങ്കിൽ 1/2 ഇഞ്ചും കൂടെ ചേർത്ത് ഷോൾഡറിന് 1/2 ഇഞ്ച് പോകും. അങ്ങനെ 7 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മുകളിലൊരു ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം ഈ മുകളിലെ കഴുത്തകലം നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഒരു 36 സൈസൊക്കെ ഉള്ള ഒരു ടോപ്പിനാണെങ്കിൽ, ചുരിദാർ ടോപ്പിനാണെങ്കിൽ നമുക്കൊരു 3.5 കൊടുക്കാം. ഇവിടെ 3.25 കൊടുത്തിട്ടുണ്ട്. ബേക്ക് നെക്കിൻ്റെ ഇറക്കം പോലെയാണ് നമുക്കിതിൻ്റെ അകലം കൊടുക്കേണ്ടത്. ബേക്ക് നെക്ക് ഒരു 6 ഇഞ്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് കൂടുതലാണ്, 3 ഇഞ്ച് കൊടുത്താൽ മതി. അതേസമയം ബാക്ക് നെക്ക് ഒരു 5 ഇഞ്ചൊക്കെ നമുക്ക് ബാക്ക് നെക്ക് ഇറക്കം കൊടുത്താൽ അല്ലെങ്കിൽ ഷോൾഡർ ഇറങ്ങിപ്പോവും. അപ്പം നമുക്കൊരു 5 ഇഞ്ച് നമ്മൾ ബാക്ക് നെക്ക് കൊടുക്കുകയാണെങ്കിൽ 3.25 36 സൈസ് ടോപ്പിന് മതിയാവും. ഇവിടെ 3.25 ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടുന്ന് ഒരു ഇഞ്ച് വിട്ടിട്ട് നമുക്ക് താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചതിന് ശേഷം ഒരു നടുവശം നമുക്ക് ഈ ഒരു നടുഭാഗത്തായിട്ടൊരു അടയാളം കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ നമുക്കൊരു 1/2 ഇഞ്ച് പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കുക. ഈ ഒരു ഭാഗത്തേക്ക് വേണ്ട, ഇങ്ങനെ നെക്കിൻ്റെ ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു നെക്കായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് അകന്നിട്ടുണ്ടാവും. ഈ ഒരു വരയൊക്കെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് വീനൊക്കെ ഈ ഒരു വരത്തിനെ കഴിയുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവില്ല. ഇതിടുമ്പോൾ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് വൈഡായി കിട്ടുമ്പോൾ ഇങ്ങനെ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചുരിദാറിലേക്കാണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു 1/4 ഇഞ്ച് കൂടെ മാറ്റി ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഈ ലൈനിൽ കട്ട് ചെയ്യുക. അതിനുശേഷം ഈ ലൈനിൽ കൂടെ ഈ ഒരു ലൈൻ നമ്മൾ രണ്ടാമത് 1/2 ഇഞ്ച് പുറത്തേക്ക് വരച്ചില്ലേ, ആ ഒരു ലൈനിൽ കൂടെ വരച്ചെടുക്കുക. ഇതിൽ വരച്ചതിന് ശേഷം ഇതിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം ടോപ്പിലേക്ക്. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.